ആ എടാ ഇത് ഇതെൻ്റെ അനിയത്തി അമ്മു. ആ നീ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല. ആ എടി ഇത് ജസ്വിൻ. എന്താ പേര്? അമ്മു. അമ്മെന്നുള്ള ഒഫീഷ്യൽ നെയിമാണോ? അല്ലല്ല, വീട്ടിൽ വിളിക്കുന്നതാ. എന്താ ചെയ്യണേ? പഠിക്കുക. അവള് +2 നീങ്ങ വന്നേ. നിന്റെ അമ്മയ്ക്ക് ഞാൻ വന്ന അത്ര ഇഷ്ടമില്ല എന്നുകൊണ്ടിട്ടാ. കണ്ടപ്പം പിള്ളേരുടെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാൻ നടക്കുന്നവനെ പിന്നെ പരവതാനി വിരിച്ച് സ്വീകരിക്കുക. അവിടെ ഞാൻ ഇരിക്കുക അവിടെ. എന്താ എടാ അതൊന്നുമില്ലടാ, നമ്മൾ വന്നായിരുന്നപ്പോൾ ഒരുത്തൻ തൊലിച്ചുകൊണ്ട് ഇപ്പം ഉണ്ടായിരുന്നില്ല അവിടെ. ആ, ഉവ്വ. ഞാൻ ആ തെണ്ടിയുടെ വൈഫൈ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അതാണെങ്കിൽ 24 മണിക്കൂർ ഓണാണ്, ഒടുക്കത്തെ സ്പീഡ് വേണം. ഇപ്പം അവൻ പാസ്വേഡ് മാറ്റി. ആ എൻ്റെ ഹോട്ട്സ്പോട്ട് ആണോ? വേണ്ടടാ, ഞാൻ സെറ്റ് ചെയ്തോളാം. അങ്ങനെ സെറ്റ് ചെയ്യാം. എന്താ? ഏയ് ഒന്നുമില്ലടാ. മറ്റേ കർമ്മര ആസ്ഥാനം ഇരിക്കില്ലേ? എന്തൊക്കെ അറിയണം? ഭാരിച്ച കാര്യം അന്വേഷിക്കാണ്ട് നീ ആ പെണ്ണിനെ അയച്ചു കൊടുക്കേണ്ട പോസ്റ്റർ സെറ്റ് ചെയ്യും. മനസ്സിലായോ? ഫിക്സ് ഏതാ പറയാ? ഏതടുപ്പിലെങ്കിലും ഇട്ടുണ്ടാക്കും. മോനെ, ആ വന്നേ. എന്തേ? ഉമ്മൊക്കെ പറ്റില്ല നീ. ദേ ആ. ഈ സെലക്ട് ചെയ്തേക്കുന്ന ലിങ്ക് അവൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യാനായിട്ട് ഒരു പേജ് വരും. അതിൽ ഐഡിയും പാസ്വേഡ് ഇപ്പം ഞാൻ 1 2 3 4 5 6 അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ദേ കണ്ടോ ഇവിടെ വരും. ഞാൻ സാധനം മെസ്സേജ് ആ വാട്സപ്പ് ആ ചെയ്യാം. നീ എൻ്റെ ഫോൺ എടുത്ത് ആ അയച്ചാ. നീ അയച്ചോണ്ടിരിക്കുക. ഓൺലൈനിലുണ്ടാ? അവളാണോ? അവളായിരിക്കും. അല്ല, നമ്മുടെ കോളേജ് ഗ്രൂപ്പിലുള്ളേ ഇങ്ങനത്തെ കുറേ മെസ്സേജുകളൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. അതിലൊന്നും ലിങ്കിലൊന്നും കയറി ക്ലിക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞ മെസ്സേജാ. നീ ഇതെല്ലാവരും പറഞ്ഞോളൂട്ടാ. അപ്പോൾ ഓക്കെ. തീർന്നില്ലേ? നമുക്കോ ചേച്ചി പ്രിന്റ് എടുക്കുമോ? ആ അതെ, ഞാൻ ഇറങ്ങാണ് കേട്ടോ. ആ പ്രശാന്ത് ഗോൾഡ് എടുക്കാൻ വരും, ഒന്ന് ചെയ്തു കൊടുത്തേക്ക്. ആ ചെയ്തു കൊടുത്തോളാം. ചേച്ചി ഓക്കെ ഉണ്ട് കേട്ടോ. ആ എത്രയായി? 900. 900? കഴിഞ്ഞ പ്രാവശ്യം 450 തന്നിട്ടുള്ള രണ്ടും ചേർത്ത 900. എടാ നീയേ ശില്പോട് പറയട്ടാ, പണിയെടുത്ത് കഴിഞ്ഞാലേ കാശ് വെച്ച് പിന്നെ നടക്കേണ്ട അവസ്ഥയാണ്. അവള് ഇവരുടെ ഹെഡ് ഓഫീസിൽ IT ഹെഡായിട്ട് ജോലിക്ക് കയറി. എടാ എന്നാ അവളോട് പറഞ്ഞ എല്ലാ ബ്രാഞ്ചിൻ്റെ വർക്ക് എനിക്ക് പിടിച്ചാടാ. ആ തനിക്ക് വർക്ക് പിടിച്ച് തന്നിട്ട് വേണം ആ കമ്പനി കൂട്ടി പോവാൻ. അതിപ്പോൾ നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കൂട്ടേണ്ട അവസ്ഥ തന്നെയല്ലേ. നീ കാശ് കൊടുക്ക്. എൻ്റെ എല്ലാം ഒന്ന് കൊടുക്കോ? എത്ര ഏട്ടാ? 20 രൂപ. 20? ഒരു സർവത്തല്ലേ കുടിച്ചുള്ളൂ. പോവാം.
ആ പോവാം. സാറേ NP അക്കൗണ്ട് ഓപ്ഷൻ വരുമ്പോൾ ആ ന്യൂസ് എങ്ങനെയൊക്കെയോ ലീക്ക് ഔട്ട് ആവുന്നുണ്ട്. ആരൊക്കെയോ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്തിട്ട് ആ ഗോൾഡ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഗോൾഡ് ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് പിരിച്ചുവിടാം. അപ്പോൾ അത്രയും കുറച്ച് പേർക്ക് ശമ്പളം കൊടുത്താൽ മതിയല്ലോ. അല്ല സാറേ, ഗോൾഡ് ലോണല്ലേ നമ്മുടെ നട്ടല്ലേ. ബാക്കിയുള്ള ലോൺസിനൊക്കെ NP അതിനേക്കാൾ കൂടുതലല്ലേ. അപ്പോൾ അറിയാം, നാളെ മുതൽ ടേക്ക് ഓവറിൻ്റെ ഡെയിലി റിപ്പോർട്ട് എനിക്ക് വേണം. ആരാ നമ്മുടെ കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യുന്നതെന്നൊന്നും അറിയണല്ലോ. ആ ആ ജിൽസിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. പിന്നെ നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റ് ഒട്ട് സ്ട്രോങ് അല്ല എന്നൊരു പരാതിയുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ഇയറോടുകൂടി നമുക്കത് സെറ്റിൽ ചെയ്യണം. RBI എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇതെൻ്റെ മോളാണ് ശില്പ. ഇവിളിന്ന് മുതൽ ഇവിടെ ജോയിൻ ചെയ്യുക IT ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട്. എടി, ഇത് നമ്മുടെ IT കൺസൾട്ടൻ്റാണ് പ്രവീൺ കുമാർ. പുള്ളിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ നോക്കി എനിക്ക് റിപ്പോർട്ട് തരുന്നത്. ഇത് മാത്യു ഫിനാൻസ് മാനേജറാണ്. ആ ജിൽസേ, ഇത് ജിൽസാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ജിൽസ് എനിക്ക് കാര്യങ്ങൾ കാണിച്ചു തരും. ഒന്ന് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. വേറെ ഒന്നും ഇല്ലെന്നാ. സാർ, ഈ സെക്യൂരിറ്റി അപ്ഡേഷനുള്ള കൊട്ടേഷൻ പ്രവീൺകുമാർ തന്നിരുന്നു. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയറിൽ അതിനുള്ള ബഡ്ജറ്റെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. അത് അത്ര അത്യാവശ്യം അല്ലെങ്കിൽ. എന്താ പ്രവീൺ? സാർ, അത് IT സെക്യൂരിറ്റി ആയതുകൊണ്ടേ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ആകുമല്ലോ, എന്നിട്ട് പോരെ. ഓക്കെ. അപ്പോൾ വേറെ ഒന്നുമില്ലോ. ഓക്കെ, ശരി. കല്യാണച്ചക്കൻ താലി കെട്ടാൻ പോയപ്പോ തന്നെ മെമ്മറി കാർഡ് ഇരുന്നു. എന്നിട്ട് മെമ്മറി കാർഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കും താലിയിട്ട് കഴിഞ്ഞു. എന്നിട്ട് ആ താലിയിട്ട് മാത്രം റീഷൂട്ട് ചെയ്തു. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഉദയേട്ടാ, ദേ ഏതോ രാജേഷ് വിളിക്കണം. ഓട്ടം പോകാനായിരിക്കടാ, കട്ട് ചെയ്ത് വിട്. എടാ പിന്നെ മേമയുടെ മോളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. വീഡിയോ പരിപാടി നിങ്ങൾ ചെയ്യില്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് നീ ഇവൻ എന്നെ വർക്ക് എടുക്കാനാ? താൻ പോടോ. ഞാൻ ഈ വലിയ വർക്കുള്ള മാത്രം പിടിക്കാനുള്ള അനീഷേട്ടാ, അല്ലെങ്കിൽ കൈ നഷ്ടമാന്നേ. എടാ വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും നമ്പർ അയച്ചിട്ട്. രണ്ടായാലും സെയിം പണി തന്നെയാണ്. വിഷ്ണു, നമ്മുടെ വെഡിങ് കമ്പനിയുടെ സൈറ്റിലെ പുതിയ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമല്ലോ. നീ എപ്പോഴും ഫ്രീ ആവണേ? ഞാൻ ഫ്രീ ആണ്, നീ വിളിച്ചിട്ട് ഇറങ്ങ്. ഞാൻ ഇറങ്ങാം. എടാ നീ വെബ്സൈറ്റ് ചെയ്തതിന്റെ പൈസ കൊടുത്താ? ഞാൻ കൊടുത്തല്ലോ, ചോദിച്ചു തന്നാടാ. തന്നു കൊടുത്താ മതി. ഹലോ, എന്താ വിളിച്ചേ? നീ എവിടെയായിരുന്നു? ഞാൻ എന്തോരം വിളിച്ചു. ഒരാൾ കോൾ ചെയ്ത തിരക്കിലാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്കില്ലേ വിഷ്ണു? അല്ല, എടാ ഞാൻ ഓഫീസിൽ മീറ്റിംഗിലായിരുന്നു. ആണല്ലേ? എന്തായി ജോയിൻ ചെയ്തിട്ട്? കുഴപ്പമില്ലടാ, ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. എടാതെ ഇവന്മാർ നമ്മുടെ ഷോപ്പിൻ്റെ ആഡ് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതെടുത്ത് ലോക്കൽ ചാനലും തിയേറ്ററിലൊക്കെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? എന്ത് പറ്റിയിടാ? ചേട്ടാ, ശില്പ ഇപ്പോൾ ഭയങ്കര കോൾഡ് റെസ്പോൺസാണ്. കുറേ ആയി തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ആകെ പ്രാന്തായിട്ടും പാടില്ല. എടാ, ഈ ഫോണിലെ കമ്മ്യൂണിക്കേഷനില്ലേ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? ഏ പോയിട്ട് അവളെ കാണും, കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യും. നീയേ നേരിട്ട് കാണും, കണ്ടിട്ട് സംസാരിക്കും. അത് കുഴപ്പമില്ല. 154 ആക്ടിവേഷൻ ഫയൽ ചെയ്യാം. നമ്മുടെ TDS ക്രെഡിറ്റ് മാച്ചിങ് ആണ്. അവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്താണ്? ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാണേ. വീട്ടിലേക്കല്ലേ? ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പം അവനെ കണ്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പൊക്കോളാം. അപ്പോൾ നീ ഇറങ്ങിയിട്ട് വണ്ടി ഇങ്ങോട്ടൊന്ന് വിടണം, എനിക്ക് കാഞ്ഞാണി വരെ ഒന്ന് പോകണം. ഇല്ല കുഴപ്പമില്ല, ഞാൻ എന്നാ ഓട്ടോ വിളിച്ചിട്ട് പൊക്കോളാം. ഓട്ടോയൊന്നും വേണ്ട, താനിപ്പോൾ ഇറങ്ങുമല്ലേ? അല്ല, ഇത് തീർത്തിട്ട് നമുക്ക് അതൊന്നും തറവായിട്ട് നമുക്ക് നാളെ ഇരിക്കാം കേട്ടോ. പോണ വഴിക്ക് വിളി ഒന്ന് അവിടെ ഇറക്കിയേക്കാം. ശരി അപ്പോൾ. സോറി. ശില്പ എന്താണ് ഇവിടെ തന്നെ ജോയിൻ ചെയ്തത്? വല്ല നല്ല കമ്പനിയിൽ നോക്കായിരുന്നില്ലേ? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് IT സ്കോപ്പുള്ള ഏതെങ്കിലും കമ്പനിയിൽ നോക്കായിരുന്നില്ലേ എന്നാണ്. അല്ല, എനിക്ക് 1-2 കമ്പനി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞിക്കൊരു മടി. ഞാൻ കുറച്ച് ഹോം സിക്കാണ്. ആണോ? ഞാനും ഹോം സിക്കാണ്. അവിടെ നിർത്തിക്കോ. അതെ, അവിടെ. ഓക്കെ. വിഷ്ണു, ഇത് മാത്യു, ഞങ്ങളുടെ കമ്പനിയിലെ ഫിനാൻസ് മാനേജറാ. മാത്യു, ഇത് വിഷ്ണു, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഓക്കെ ശില്പ, നാളെ ഓഫീസിൽ കാണാം. ബൈ. ഓക്കെ, ശരി, ബൈ.
വണ്ടി? ഇത് അനീഷേട്ടൻ്റെ. നമുക്ക് ഈ റോഡ് നിൽക്കാണ്ട് എങ്ങോട്ടേലും ഇരിക്കാം. വാ വാ. പണിയുണ്ടാ? അപ്പച്ചൻ്റെ ഓഫീസാന്നുള്ള പ്രഷർ വേറെ ഉണ്ട്. പഠിച്ചു വരണേ ഉള്ളൂ. ഞാനേ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്ത് ബിസിനസ്? കമ്പ്യൂട്ടർ ഷോപ്പ്. അനീഷേട്ടൻ്റെ ഷോപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. നീ എന്തൊന്നും പറയാത്തത്? ഞാൻ എന്തോട്ട് പറയാനാ വിഷ്ണു? നീയൊക്കെ തീരുമാനിച്ചിരിക്കല്ലേ? എൻ്റെ വിഷ്ണു നീ അധികം സപ്ലൈ ഇല്ലാന്ന് എഴുതിയെടുക്കാൻ നോക്ക്. അതെല്ലാം ഞാൻ എഴുതിയെടുക്കും. പിന്നെ എല്ലാവരും ഈ പരീക്ഷ ദയവ് ചെയ്ത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബിൽ ഗേറ്റ്സിന് ഉദാഹരണം എൻ്റെ അടുത്ത് പറയരുത്. എടി, നിൻ്റെ അപ്പൻ്റെ അടുത്ത് നമ്മളുടെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ എനിക്ക്? ബെസ്റ്റ്. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ? കമ്പ്യൂട്ടർ ഷോപ്പിയുടെ മുന്നിൽ ചെന്നാൽ മതി. കമ്പ്യൂട്ടർ ഷോപ്പിന് എന്താ കുഴപ്പം? നിൻ്റെ അപ്പന് കുറി കമ്പനി, എനിക്ക് കമ്പ്യൂട്ടർ ഷോപ്പ്. കുറി കമ്പനിയാ? ഞങ്ങളുടെ NBFC ആണ്. നീ ആദ്യം ആ ഫോണിൽ നിന്ന് കണ്ണെടുക്ക് പണ്ടാറടങ്ങാനായിട്ട്. ശില്പ, നിൻ്റെ അപ്പച്ച സമ്മതിച്ചില്ലെങ്കിൽ നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരുമോ? എങ്ങോട്ടേക്ക് വിഷ്ണു? ഞാനേ പോവാ. എന്തൊന്നും സംസാരിക്കില്ല. നീ ഇതിനൊരു ഉത്തരം പറഞ്ഞിട്ടോ ശില്പേ? എന്തിനാ നിനക്ക് ഉത്തരം അറിയണ്ടേ? വിപ്ലവ കല്യാണം നീ പ്രതീക്ഷിക്കണമെങ്കിൽ നടക്കില്ല വിഷ്ണു. നീ ഹിന്ദു, ഞാൻ ക്രിസ്ത്യാനി. അതന്നെ ഒരു വിപ്ലവം. മര്യാദയ്ക്കൊരു ജോലി ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ജോലിക്ക് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിൻ്റെ അപ്പന് ബിസിനസ് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. നീ എന്തിൻ്റെ അപ്പച്ചൻ്റെ ബിസിനസ് കണ്ടതുപോലെയാണല്ലോ സംസാരിക്കണത്? നീ കണ്ട ഞങ്ങളുടെ കമ്പനി? ഞാൻ നിന്നെ ഇപ്പം കെട്ടാനല്ല വന്ന്. എനിക്കൊരു തീരുമാനം അറിയണം. ഈ കട്ട്ലേറ്റിന്റെ കാശ് ഞാൻ കൊടുക്കുന്നുള്ള ഉറപ്പില്ലല്ലേ നീ ഇത് ഓർഡർ ചെയ്തേക്കണേ? അല്ലേ? ഒന്നും നോക്കണ്ട, അവൾക്ക് വേറെ ലൈൻ സെറ്റായി. നിനക്കിത് എന്താണ് മനസ്സിലാവാത്തത്? വിഡ്ഢിയാണാ നീ? ഞാനിന്ന് നിന്നപ്പോൾ അവൾ ഒരുത്തനാണ് കൊണ്ടുവന്നാക്കിയത്. ചെറുപ്പക്കാരനാണോ? വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ ഉറപ്പായി ലൈൻ തന്നെ. അങ്ങനെ പറയില്ല രജീശ്വനെ. നീ എന്തിനീ കിടന്ന് മോങ്ങണേന്ന്? നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ 2 ബിയർ അടിച്ചിട്ടുണ്ട്. തലക്ക് പ്രാന്ത് വന്നിട്ട് പാടില്ല. അവളുടെ കാര്യം ഞാനൊരു സാധ്യത പറഞ്ഞാണ്. ഒന്നാമത് ഈ രണ്ടാൾ 2 സ്ഥലത്തുള്ള പ്രേമൊക്കെ വർക്കാവാൻ കുറച്ച് പാടാണ്. അത്രയും സ്നേഹമാണെങ്കിലേ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ സക്സസ് ആവുള്ളൂ. മനസ്സിലായ? കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുടയാണോടാ ലോങ് ഡിസ്റ്റൻസ്? അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതേ പ്രശ്നം എനിക്ക് പണ്ട് വന്നപ്പോഴാണ് ഞാൻ ഫാത്തിമയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിരുന്നു നിൻ്റെ അടുത്ത് ചോദിച്ചത്. എടാ, എന്തെങ്കിലും ഉടായിപ്പണെങ്കിൽ നമുക്ക് അവളെ ചാറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആടെന്താ അവസ്ഥ? ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. എടാ തെണ്ടി, ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഫിഷിങ് മാത്രമേ പറ്റുള്ളൂ അല്ലേ? എടാ, എനിക്കും അറിയാൻ പാടില്ല ഈ പരിപാടി. ഞാൻ ചെയ്ത് പഠിക്കുന്നുള്ളൂ. നടന്ന എന്നോട് പറയണം, മനസ്സിലായ? പറയാ. അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 123 അടിച്ചപ്പോൾ കിട്ടിയെന്നൊന്നും പറഞ്ഞേക്കരുത്. ശരി, വെച്ചോ. അവിടെ പിന്നെ നമ്മുടെ പിള്ളേരെ കൂടി മറ്റേ സുധിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടില്ല. നിന്നെ വിളിച്ചില്ലേ? എന്നൊന്നും വിളിച്ചിട്ടില്ല. നിന്നെ കിട്ടുമ്പോൾ വിളിക്കാം. വിളിച്ചിട്ടില്ല പിന്നെ
അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 1 2 3 അടിച്ചപ്പോൾ കിട്ടുന്നൊന്നും പറഞ്ഞേക്കരുത്. നിന്റെ തന്തയോട് പോയി ചോദിക്കണം. രാത്രി 1:30 മെസ്സേജ് അയച്ചത് ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങൾക്കില്ലേ ഇതിനേക്കാൾ വലുതനുഭവിച്ചൊരു മോൻ. അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് കണ്ട് എല്ലാം ഒന്ന് ഡീൽ ചെയ്ത് തരണം. കാര്യങ്ങളെല്ലാം മാതാവിനെ ഏൽപ്പിച്ച് ഞാനങ്ങ് കയറുക കേട്ടോ. പ്ലീസ് സേവ് മീ. ഈ വലപ്പാട് പ്രസിഡന്റ് കൊട്ടേഷൻ എപ്പോൾ കിട്ടും? അവരോട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കിട്ടുമായിരിക്കും. ഓക്കെ ഓക്കെ. എന്താണ് ഈ ഡസ്റ്ററിനുള്ളിൽ നിന്നൊരു USB കേബിൾ? ഇത് ഡസ്റ്റർ അല്ല, ഇതാണ് ഇന്റർബട്ടൺ ബില്ലോ. നീ ഇതുകൊണ്ട് നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ നോക്ക്. ആരോ സ്പെഷ്യലായിട്ട് തന്ന ഗിഫ്റ്റാന്ന് തോന്നുന്നു. നീ നിന്റെ കാര്യം നോക്കി പോയ ജെൽസേ. ഇതെന്താണ് പതിവില്ലാതെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്? എന്തോ നാണക്കേട് മറക്കാനുണ്ടെന്ന് തോന്നുന്നു. ശില്പ, ഇന്നലെ ആ അത് എനിക്ക് 2 ദിവസം സമയം വേണം. എന്തിന്? അല്ലെങ്കിൽ ഐറ്റിയുടെ ഫിക്സഡ് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞതല്ലേ, അത് ജെൽസ് ഫയലാക്കുന്നുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ ഒന്ന് അയച്ചു തരും. അപ്പം തെറിയില്ല, കുറി. നമുക്ക് പുതിയ കുറി ഉണ്ടോയെന്ന് വെച്ചിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് 2 ദിവസം കഴിഞ്ഞിട്ടായാലും മതി, കുഴപ്പമില്ല. അയ്യോ ശില്പ, കരയല്ലേ ശില്പ? ശില്പ കരയല്ലേ? ശില്പ, എനിക്കറിയാമല്ലോ താനങ്ങനെ ചെയ്യില്ലെന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ വന്ന് ചോദിച്ചത്. എന്നാലും ആരായിരിക്കുന്ന തോന്നുന്നത് ശില്പയ്ക്ക്? ഓ ഓക്കെ ഓക്കെ, റിലാക്സ് ആയിരിക്കേ. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ ചേട്ടാ. വിളിക്കണ്ടല്ലോ. നീ ഫോൺ എടുക്ക്, എന്നിട്ട് സോറി പറ. ഹലോ വിഷ്ണു, നിനക്കെൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? എടി ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പൊ നീ ആണല്ലോ എന്റെ ഇൻസ്റ്റയിൽ കയറിയത്? ഹലോ ഹലോ, ഞാൻ എന്റെ ഇൻസ്റ്റ പാസ്വേഡ് നിന്നോട് പറഞ്ഞിട്ടില്ല എപ്പോഴോ? അത് വെച്ചല്ലേ നീ കയറിയത്? എടി അത് ഇന്നലത്തെ ഫ്രസ്ട്രേഷനിൽ അറിയാതെ ബിയറൊക്കെ അടിച്ചിരിക്കും. അത് നീ ആവുന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയല്ല വിഷ്ണു ഞാൻ നിന്നെ വിളിച്ചത്. സന്തോഷം എന്തായാലും. ഇനി മേലാൽ എന്നെ വിളിക്കരുത് വിഷ്ണു, ഒരിക്കലും. ശില്പ സോറി പ്ലീസ്. അറി ഭൂലോക വൃത്തിയോടനുസരിച്ചിട്ട് സോറി. അവളിനി വിളിക്കണ്ട നോക്കണ പറയണ കേട്ടാ. എൻ്റെ അമ്മോ, നീ അവളുടെ ഇൻസ്റ്റയിൽ കയറി നോക്കിയാണ് അവൾ ഇത്രയും ഷോടുന്നത്. അവളെ വർത്താനം കേട്ടതോ നീ അവൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു തന്നു? അനീഷേട്ടാ,
എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. നീ തെറിയൊന്നല്ല അയച്ചത്. ചേട്ടാ അത് പിന്നെ ആണോ?